എന്ന് ജനങ്ങൾ വിളിക്കും. ആ രൂപത്തിലുള്ള കമ്പി, ആ പച്ച കമ്പി, ഇരുമ്പിന്റെ കമ്പി, ജുഇല ഫീ സൂഫിൻ റത്ബിൻ, അതാ നനഞ്ഞ കമ്പിളി രോമത്തിലേക്ക് കുത്തിയിറക്കി, സുമ്മ ജുദിബ, പിന്നീട് അതിനെ വലിക്കുമ്പോൾ ആ രോമങ്ങളെല്ലാം ഉടക്കി നിൽക്കുന്ന വേദനയാണ് എനിക്കുണ്ടായതെന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. അപ്പോ അള്ളാഹു പറഞ്ഞു, യാ ഇബ്രാഹിം, അതല്ല മരണത്തിന്റെ വേദന. അമാ ഇന്നാ ഖദ് ഹവ്വന്നാ അലൈക, താങ്കൾക്ക് ഈ വേദന അനുഭവപ്പെട്ടത് നാം അതിനെ ലഘൂകരിച്ചത് കൊണ്ടാ, നാം അതിന്റെ കട്ടി കുറച്ചത് കൊണ്ടാ, അതല്ല വേദന എന്ന് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുകയാണ്. ഇനി മൂസാ നബിയുടെ റൂഹ്, ലമ്മാ സ്വാറത്ത് റൂഹുഹു ഇലല്ലാഹ്, കലീമുല്ലാഹി, തൗറാത്ത് കൊടുത്ത അല്ലാഹുമായി വർത്തമാനം പറഞ്ഞ കലീമുല്ലാഹ് മൂസാ നബിയുടെ റൂഹ് അല്ലാഹുവിലേക്ക് എത്തിയപ്പോൾ അല്ലാഹു കലീമുല്ലാഹി മൂസാ നബിയോട് ചോദിച്ചു, കൈഫ വജത്തൽ മൗത യാ മൂസാ, എങ്ങനെയുണ്ട് മരണം മൂസാ? മൂസാ നബി പറഞ്ഞത് മറ്റൊരു രൂപത്തിലാ. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, വജത്തുഹാ കഉസ്ഫൂരിൻ, എനിക്കെന്റെ മരണവേദന തോന്നിയത് ഒരു കിളിയെ പോലെ, യുഖ്ലാ അലൽ മഖ്ലി, അതിനെ വറച്ചട്ടിയിലിട്ട് വറുക്കുന്നു. ജീവനോടെ വറച്ചട്ടിക്കകത്തിട്ട് വറുക്കുന്ന ഒരു കിളിയെ പോലെ. ലാ യമൂതു, അത് മരിക്കുന്നില്ല. അത് മരിച്ചാൽ ഫയസ്തരീഹു, അതിന് സുഖം കിട്ടിയേനെ, മരിച്ചു, ആ വേദന തീർന്നു. നോക്കൂ, വലാ യതീറു, അതിന് പറക്കാൻ കഴിയുന്നില്ല. ഫയൻജു, അത് പറന്നിരുന്നെങ്കിൽ ഈ വറക്കലിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. വറുക്കപ്പെടുന്ന ചട്ടിയിലിട്ട് വറുക്കപ്പെടുന്ന ഒരു കിളി അനുഭവിക്കുന്ന വേദനയാണ് എനിക്ക് തോന്നിയത്. മൂസാ നബി മറ്റൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു, വജത്തുഹാ കശാത്തിൻ തുസ്ലഹു ബിയദിൽ ഖസ്സാബ്, എനിക്കെന്റെ മരണവേദന തോന്നിയത് ഒരു കശാപ്പുകാരൻ ജീവനുള്ള ആടിനെ അറുത്തിട്ട് തൊലി ജീവനോടെ ഉരിക്കുന്നതിന്റെ വേദനയാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം സക്കറാത്തിന്റെ വേദനകളാ. അല്ലാഹു തആല പടച്ചവൻ ഹബീബിങ്ങളെ ദുആ ചെയ്യുന്ന അല്ലാഹുവിനോട് സക്കറാത്ത് എളുപ്പമായി കിട്ടാൻ, സക്കറാത്ത് എളുപ്പമായി കിട്ടാൻ. ആ സമയത്ത് സുഹൃത്തുക്കളെ, വായിലൂടെ പതയും നൊരയും മൊക്കറയിടുന്ന